മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിലെ ലിസ്റ്റിൽ നിർമ്മിച്ച സിനിമ കൃത്യം 7 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുന്ന സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ്, ഇതുവരെയുള്ള കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച ഇതേ സമയം 25 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 22 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്നലെ 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 45 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 5 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 6,50,00,000 ആണെങ്കിൽ ഇന്നത്തോടെ 6,90,00,000 7 കോടി റേഞ്ചിലേക്ക് 7 ദിവസത്തെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തുകയാണ്. 2020 ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സകല നിവിൻ പോളി സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കേരള കളക്ഷൻ കൊണ്ട് മാത്രം നിവിൻ സിനിമ മറികടന്നിരിക്കുകയാണ്. ഇന്നത്തോടെ വേൾഡ് വൈഡ് കളക്ഷൻ 15,50,00,000 16 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ 7 ദിവസത്തെ കളക്ഷൻ, ഒരു മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 20 കോടിയിലേക്ക് എപ്പോൾ എത്തപ്പെടും, അതിനുശേഷം എത്ര കോടിയിലേക്ക് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്തും എന്നൊക്കെയാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.